സുഹൃത്തുക്കളെ, റിനോ ലവ് എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട ആ പരമനാറിയുടെ വീഡിയോ ചെയ്തതിനു ശേഷം എന്റെ പല സബ്സ്ക്രൈബേഴ്സും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിലത്തെ ഒരാൾ ചോദിച്ചത് എങ്ങനെയാണ്, വിനോബ വി ഒ എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചത്, ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ കൂടി ചെയ്യണം സുഹൃത്തെ, ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട വിനോബ, ക്ഷമിക്കുക, എനിക്ക് ആ വീഡിയോ കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് തരാനുള്ള ഒരു വിവരമുണ്ട്, അവനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നത്. ഈ ഒരു കമന്റ് മാത്രമല്ല കേട്ടോ, ഇവൻ ഏതൊരു മനോരോഗിക്ക് അങ്ങനൊന്നും പറയുന്നില്ല, എന്തായാലും ഞാൻ വിടുന്നു. മേ ബി ഹി ഈസ് ക്രേസി, അവന് ഭ്രാന്തനായിരിക്കാം, അവൻ എന്തൊരു മാനസിക പ്രശ്നമുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ അവനുള്ള കമന്റുകളൊക്കെ വരുന്നത്. അവൻ എന്തൊരു മാനസിക രോഗത്തിന്റെ ഭാഗമായിട്ട് അവൻ പറഞ്ഞു പോയതായിരിക്കും, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനൊക്കെ വയനാടൊക്കെ സംഭവിച്ച ആ ദുരന്തത്തില് ഇങ്ങനെയൊക്കെ പറയുമോ എന്നതാണ്. പക്ഷേ വേറൊരു കാര്യം തന്നെ, വയനാട് സംഭവിച്ച ദുരന്തത്തിൽ മാത്രമല്ല, നമ്മുടെ ഷിമോഗയിൽ സംഭവിച്ച, അർജുനിൽ സംഭവിച്ച ആ വിഷയത്തിൽ പോലും ഈ ഒരു ചെറുപ്പക്കാരൻ നിന്ന് ചിരിക്കുകയാണ്. ഇവൻ ചള്ളു പയ്യനൊന്നല്ല, 10-29 വയസ്സുള്ള ഒരു ചങ്ങാതിയാണ്. ഈ ചെറുപ്പക്കാരനാണ് ഇങ്ങനെ വീഡിയോക്കൊക്കെ ഇങ്ങനെ അലമ്പ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്ത വീഡിയോകൾക്ക്, ഇത്തരം കഷ്ടത അനുഭവിക്കുന്ന ആ ദുരന്ത വാർത്തകൾക്ക് താഴെ നിന്ന് ചിരിക്കുകയാണ് ഈ ഒരു ചങ്ങാതി. ഇതിന്റെ കാരണങ്ങളിലേക്കാണ്. ചില ആൾക്കാർ അവന് ഭ്രാന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, കുടുംബത്തിൽ വല്ല പ്രശ്നം കൊണ്ട് ഇവരിങ്ങനെ ചെയ്താന്ന് ചോദിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇനി അവനെ എന്താണ്, അങ്ങനെ പല ചോദ്യങ്ങളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉത്തരമായിട്ട് ഒരൊറ്റ വോയിസ് കോളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇത് എന്റേതല്ല കേട്ടോ, ഞാൻ ആദ്യം പറയാം. ഈ ഒരു പയ്യന്റെ വിഷയം ആദ്യമായിട്ട് സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയാണ്. ആ ചങ്ങാതി വേറെ ആളുമായിട്ട് സംസാരിച്ചത് ഒരു വീഡിയോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് അവന്റെ കൃത്യമായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു സുഹൃത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവൻ എന്താണ്. ആ ഒരു വോയിസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ സംശയങ്ങൾക്കും മറുപടി ആ ഒരു വോയിസ് റെക്കോർഡിൽ ഉണ്ടെന്നാണ്. ആ വോയിസ് റെക്കോർഡ് നമുക്ക് പതുക്കെ കേൾക്കാം. റിനോയുടെയാണോ? ഓടാ ഞാൻ അവൻ കാണിച്ചു അവനെ പിന്നെ നാട്ടുകാരെ ചോദിക്കുന്നത് ആ വീഡിയോ നീ എന്തിനാ ഇട്ടെന്നാണ് ചോദിക്കുന്നത്. ഇവര് നമ്മളുടെ സംഭാഷണത്തില് പറയുന്നത് അവനെ പറ്റി നാട്ടുകാരെ അറിയേണ്ടെന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം. എന്നെ കുറച്ച് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതെ, അത് കുഴപ്പമൊന്നുമില്ല, നീ ഇല്ലാത്തതെന്നുള്ളല്ലോ പറഞ്ഞ. ഞാൻ പറയണത് അല്ലെ, നീ അവനെ കുറിച്ച് നിനക്കറിയാനുള്ള കാര്യങ്ങൾ പറയണം. പറഞ്ഞ് ഇതുപോലത്തെ ആള് സത്യം എനിക്ക് കണ്ടപ്പോ എത്ര പേര് വിളിച്ചെന്ന് പറയുന്നു അവന്റെ കേസും പറഞ്ഞിട്ട്. ഞാൻ എന്ത് പറയാണ്, കണ്ടപ്പോൾ സത്യം നല്ല എടാ, എന്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചു വയനാടുള്ളതാണ്. വയനാട് ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് മാറിയാണ് ആളുടെ വീട്. ആളുടെ അനിയന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളാണ് ഈ ഇടുങ്ങിയ സ്കൂള്. അപ്പൊ ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ എന്താ ആലോചിച്ചത് ഇവൻ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടത്? എനിക്ക് സത്യം എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് കണ്ട് പൊട്ടിക്കണം. എന്റെ കൂടെ ഉള്ളവർക്ക് അതാണ്. ഈ വീഡിയോ നമ്മുടെ പ്ലസ് ഗ്രൂപ്പിലൊന്നും ഇവയില്ല. പ്ലസ് ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്തപ്പോ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇവനെ കുറിച്ച് കണ്ടാൽ പൊട്ടിക്കണം. ആ ഒരു ഒപ്പം പഠിച്ചൊരു പയ്യനാണ്, +2 ഗ്രൂപ്പിൽ അവനൊന്നും ഇല്ലെന്ന് പറയുന്നത്. അവിടെ ഒപ്പം പഠിച്ച ആൾക്കാർക്ക് മുഴുവൻ ഇവന്റെ 2 പൊട്ടിക്കണം. ഉറ്റ സുഹൃത്തുക്കൾക്കടക്കം ഇവനെ കണ്ടു കിട്ടി കഴിഞ്ഞാൽ 2 പൊട്ടിക്കണം തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും അവന്റെ യഥാർത്ഥ സ്വഭാവം? വെറുതെ അല്ല, സുഹൃത്തുക്കൾ ഇതൊക്കെ കൂടിയിട്ട് വൈറലാക്കി കൊടുത്തേ. ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്ത രക്ഷപ്പെട്ടെന്ന് പറയാം. നാട്ടുകാരെ കേട്ട് അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. കാരണം നാട്ടുകാരെ കിട്ടി കഴിഞ്ഞാൽ പഞ്ഞി കിട്ടുകളായി. അവനെ കിട്ടണം, ഇവനൊക്കെ കിട്ടിയിട്ടേ പോവാവൂ സത്യം പറഞ്ഞ. അതായത് ഇവൻ +1 പഠിച്ച എല്ലാരും ഈ വീഡിയോയില് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, ഇവന് എന്തെങ്കിലും മെന്റലി എന്തെങ്കിലും ഇഷ്യൂ. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരാൾ ചോദിച്ചിരുന്നു ഇവന് അങ്ങനെ മെന്റലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഒരു പയ്യനാണോ എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു. അതിന്റെ ഉത്തരമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് കേട്ടോളൂ. ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്? യാതൊരു പ്രശ്നമില്ല. ഇവൻ നമ്മളെ പോലെ നോർമൽ ഇഷ്ടപ്പെടുന്നതും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതും സിനിമ കാണാൻ വരുന്നതും
സിനിമയെ പറ്റി സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു പയ്യനാണ്. ഇതിനപ്പോ വേറെ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇവന് എന്താണ് കാർത്തിക് സൂര്യയുടെ ഒരു രൂപ കൊണ്ട് ഐഫോൺ മേടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാണ്ടായിരുന്നു ആ എമ്മൂറ്റിയിൽ വെച്ച്. അപ്പോ ആ വീഡിയോ കാണാൻ വേണ്ടിട്ട്, ആ വീഡിയോ അല്ല, ആ ഇത് നേരിട്ട് കാണാൻ വേണ്ടിട്ട് ഇവന് ഞാനോട്ട് പോയിട്ടുണ്ട് അവിടെ. കാർത്തിക് സൂര്യന് ഭയങ്കര ഇഷ്ടമാണ്, ഇവന് വ്ലോഗ് ചെയ്യണം, ആ ഒരു മൈൻഡ് ഇവന് കണ്ടുണ്ട്. അപ്പൊ ഇവന് എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു മെന്റൽ ഡിസോർഡർ അങ്ങനെ ഒരു തേങ്ങയില്ല. വീട്ടിൽ നിന്ന് ഡിപ്രഷനാക്കിയ അങ്ങനെ ഒരു പ്രശ്നമില്ല. പൈസയൊക്കെ ഉണ്ടാ? പൈസയൊക്കെ ഉള്ള ടീമാണ്? ഇല്ലല്ല, ഇവന് പൈസ ഇല്ല. പക്ഷെ ഇവന്റെ അച്ഛനെ കുറച്ച് കടവോ അങ്ങനത്തെ ഒരു ഇതിലാണ് അങ്ങേര് പാവപ്പെട്ട അങ്ങേര് പോയി യുകെയിൽ നിൽക്കുന്നത്. അനിയനാണ്. അവൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരുത്തനാണ്. അവൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. രാവിലെ 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തൊക്കെ പോയി അത് സത്യമുള്ള അവന്റെ അവസ്ഥ. അവനെന്ന് പറയുന്നത് വെറും ഇവന്റെ അനിയനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇവന്റെ അനിയൻ ഗംഭീരമായിട്ട് ക്രിക്കറ്റ് കളിക്കുകയും രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഈ ഏട്ടനെ കാരണം അനിയൻ ആകെ നാറി എന്നാ പറയുന്നത്. നാറാതിരിക്കുവോ? ആ നാട് മുഴുവൻ ഇവനെക്കാളും പാവമാണ്. ഇവൻ പാവോ? ഞാൻ അങ്ങനെ ചെയ്തല്ല. അവൻ ജീവിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും ചെയ്തു പോകുന്ന ഒരുത്തനാണ്. അതുദ്ദേശിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തത്. അവന് ഭയങ്കര ഈ ടീമിനോടും അതൊക്കെ ഭയങ്കര താല്പര്യം. സംഗതി ഇത്തരം സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തുടക്കത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നം, വളരെ പെട്ടെന്ന് നമ്മളുടെ വീഡിയോസ് ആളുകളൊക്കെ കാണണമെന്നും റീച്ച് പെട്ടെന്നാവണമെന്നും എന്തെങ്കിലും ഒരു വരുമാനം അതിലൂടെ കിട്ടണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊരു വലിയ പ്രശ്നമാണ്. ഇനി ആരെങ്കിലുമൊക്കെ യൂട്യൂബ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ മുഴുവനുള്ളൊരു ഉപദേശം കൂടിയായിട്ട് എടുക്കുക. എനിക്കിപ്പോൾ ഉണ്ടാകുന്നൊരു എനിക്കൊക്കെ കിട്ടിയ എൻ്റെ പ്രിയ സുഹൃത്ത് സന്ദീപാണ് എനിക്ക് യൂട്യൂബൊക്കെ തയ്യാറാക്കി തരുന്നത്. അവൻ എനിക്ക് തന്ന ഉപദേശവും ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉപദേശവും ഒന്ന് തന്നെയാണ്. ഇതുകൊണ്ട് ഒരു വലിയ വരുമാനം ഉണ്ടാക്കാം, ഇതുകൊണ്ട് ജീവിച്ചു കളയാം, നാളെ തന്നെ ഒരു വലിയ ഒരു യൂട്യൂബറായിട്ട് മാറാം, ആളുകളൊക്കെ മുഴുവൻ കണ്ടാൽ സെൽഫി എടുക്കുന്ന രീതിയിൽ അങ്ങോട്ട് മാറിക്കളയാം എന്നുള്ള വിചാരങ്ങളൊന്നും വേണ്ട. പക്ഷേ ഈ പറയുന്ന ഈ ചെക്കൻ, അവന് അങ്ങനെ ആവണം എന്നൊരാഗ്രഹം, വളരെ പെട്ടെന്ന് റീച്ച് ആവണം. അപ്പൊ എങ്ങനെയെങ്കിലും തന്റെ വീഡിയോ റീച്ച് ആയാൽ മതി എന്നായിരുന്നു ഈ ഒരു ചെറുപ്പക്കാരന്റെ ഒരു ആഗ്രഹം. എന്തായാലും ആഗ്രഹം ഏകദേശം നടന്നു നമുക്ക് പറയാൻ കേട്ടോ. വളരെ പെട്ടെന്ന് റീച്ച് ആയിട്ടുണ്ട്. എടാ നീ എന്നൊന്ന് ആലോചിച്ചത്, ഈ വീഡിയോ കാണാനും ഇതിനെ പറ്റി നെഗറ്റീവ് അവൻ ഉദ്ദേശിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ജസ്റ്റ് ഒരു നെഗറ്റീവ് കമന്റ് ഇടുക, അല്ലെങ്കിൽ നെഗറ്റീവ് പോസ്റ്റ് ഇടുക, നെഗറ്റീവ് കൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ അല്ലേ. നമ്മുടെ യൂട്യൂബേഴ്സ് സാധാരണ ചെയ്യുന്ന കാര്യമാണ്. എല്ലാവരും ഒരു സംഗതിയെ കുറിച്ച് പോസിറ്റീവ് പറയുമ്പോൾ അതിനെപ്പറ്റി ചുമ്മാ നെഗറ്റീവ് ഇടുക. ആ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അതിന് തെറി പറയാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടാവും. മമ്മൂട്ടിയെ കുറിച്ച് 4 തെറി പറയുക, അപ്പൊ എന്തായാലും മമ്മൂട്ടിയുടെ ആരാധകന്മാർ വന്നിട്ട് ഇവനിട്ട് പഞ്ഞിക്കിടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വീഡിയോയ്ക്ക് അങ്ങോട്ട് റീച്ച് ആവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ചെയ്തതെന്നാണ്. മറ്റേ നമ്മളെ തൊപ്പി ഇതുണ്ടല്ലോ, തൊപ്പിയെ പോലെയും ഈ റോഡ് വീലറിന് അവരെ എയർ ഗണ്ണ് കഴിച്ചു പോകുന്ന ആളുണ്ടല്ലോ, അതേപോലെ ഈ ഒരു ഡവറളിയമ്മൻ അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് ഇത് എന്തൊക്കെ സത്യമാണ്. നമുക്കൊക്കെ നല്ല വിഷമമാകുന്ന ഒരു കേസാണ്. ഈ ആലോചിക്കില്ല, അവരൊക്കെ അവർക്ക് എന്ത് മാത്രം വിഷമുണ്ടാവും. ഗൾഫിൽ നിന്ന് വന്ന് ആരുമില്ല, എല്ലാരും മരിച്ചു. ആ ആളുടെയൊക്കെ വിഷമൊക്കെ ആ സാറിന്റെ അവസ്ഥയിലേക്ക് സാറ് മറ്റേ എന്തോ ഇവിടുന്ന് ആലപ്പുഴന്ന് ബസ് സ്റ്റാൻഡ് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി, നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തുന്നുള്ള രീതിയിൽ പോയ സാറിന്റെ വീഡിയോ ഒക്കെയാണ് ഇതെടുത്ത് വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ പറ്റൂല. എനിക്ക് പറഞ്ഞതാ, ഞാൻ ആദ്യം അതെ സത്യം ആദ്യം വീഡിയോ ചെയ്തപ്പോ ഞാൻ വെച്ചു എന്തെങ്കിലും ചിലപ്പോ 18 വയസ്സിന് താഴെ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആദ്യം എന്തെങ്കിലും മാനസികമായിട്ടും എന്ന് വിചാരിച്ചു. പക്ഷെ ആളെ നീ വിളിച്ചപ്പോഴാണ് എന്റെ കിളി പറഞ്ഞത്. അതായത് ഇത് കണ്ടപ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇവൻ റൈസസ് മൈൻഡുണ്ട് ഇവനങ്ങനെ നല്ല മനുഷ്യപ്പം എന്താണ് ഗോൾഡ് ഡിഗർ എന്ന് പറയാം. നല്ല വീട്ടിലെ ഒരു കൊച്ചിനെ കിട്ടുക, ആ പൈസ കൊണ്ട് ജീവിക്കുക, അങ്ങനത്തെ ഒരു മൈൻഡാണ്.
അല്ലാതെ ഇവൻ ചിലരുടെ മൈൻഡ് ഒന്നുമല്ല കേട്ടാ. വിവാഹം കഴിക്കുകയാണെങ്കിൽ നല്ല സ്ത്രീധനമുള്ളൊരു പെൺകുട്ടിയെ, സ്ത്രീധനം കിട്ടുന്ന രീതിയിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കെട്ടുക, ആ സ്ത്രീധനം കൊണ്ട് ജീവിക്കുക എന്നൊക്കെ മൈൻഡ് സെറ്റാണ് അത്ര ഈ ചെറുപ്പക്കാരന്. ചുരുക്കി പറഞ്ഞ പരമനാറി, വേറൊന്നുമില്ല. നമ്മൾ സാധാരണ ആൾക്കാർ ജീവിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒന്നുമല്ല. ഇവന് വലിയ ജോലി വേണം, പക്ഷെ ഇവന് ആയാലും ജീവിക്കണം അല്ലേ? സത്യം. നമ്മളിങ്ങനെ കുറെ സ്കാംസ് കേൾക്കൂലേ, നമ്മളിങ്ങനെ 10 കോടി പറ്റിച്ചിട്ടുള്ളതും 10 ലക്ഷം പറ്റിച്ചിട്ടുള്ളത്. ഇവനെന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. വലിയ ഫ്രണ്ട്സ് ആരുമില്ല, വലിയ ഫ്രണ്ട്സ് ആരുമില്ല, ഇല്ലല്ലോ വലിയ ഫ്രണ്ട്സ് അങ്ങനെയൊന്നുമില്ല. എന്താണ്, ഇവനെ അറിയാവുന്നവരെല്ലാരും ഇതിനെ പറ്റി കുട്ടിയെ പറഞ്ഞിട്ടുള്ളൂ. സീരിയസ് ആയിട്ടുള്ള നമ്മൾ ഈ സിമ്പതി തോന്നിയിട്ട് നമ്മളിങ്ങനെ പാവളിയ എന്നുള്ളൊരു ഇത് തോന്നിയിട്ട് നമ്മളിങ്ങനെ ആൾക്കാരെ ചെയ്യില്ലേ, ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ചിലവന്മാരെ അങ്ങനെ കമ്പനി ഏതാണ്, അങ്ങനെ കമ്പനി ഈ വിളിക്കുന്ന ആള് അവനൊരാളും കമ്പനി ഇല്ല, അപ്പൊ സഹതാപം തോന്നി കമ്പനി ആയതാ. ഈ വിളിക്കുന്ന ആൾക്ക് വേണ്ടിയിരുന്ന തോന്നുന്നുണ്ട്. ഞാനൊരു കേസ് നമ്മള് ഈ ഞാൻ SMV സ്കൂളില് ഇത് കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ ഫ്ലഡ് റിലീഫ് ക്യാമ്പിൽ ഞാൻ പറഞ്ഞു SMV സ്കൂളിൽ. ആ സമയത്ത് ഇവ അവിടെ വരുമായിരുന്നു. ഇവൻ വന്നിട്ട് 10 മിനിറ്റ് നിൽക്കും പോകും. ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് വരുന്നതാണ്, സിറ്റിയിൽ കറങ്ങാനുള്ള ഫീൽഡ് വന്ന് കൊടുക്കുകയാണ്. അപ്പൊ അവന് അതിന്റെ 10 ഇരട്ടിയാണ് ഒരു ഗ്രാമത്തിന് സംഭവിച്ചത്. അപ്പൊ ആലോചിച്ചത് ഇവന് കുറച്ച്. എന്നാ സുഹൃത്തുക്കളെ, ഇതാണ് ആ ചെറുപ്പക്കാരൻ. ഇപ്പൊ എന്തായാലും അവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെന്നൊക്കെ ചോദിച്ച ആളുകൾക്കൊക്കെ സംഗതി ഏകദേശം വ്യക്തമായി കാണും. ഒരു കുഴപ്പമില്ല സുഹൃത്തുക്കളെ. അവന് വളരെ പെട്ടെന്ന് വീഡിയോ വൈറലാവണം, വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ആളാവണം, അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് പെട്ടെന്ന് പൈസ ഒക്കെ പറ്റിച്ചിട്ട് സുഖമായി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തായാലും സുഖജീവിതം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ചെറുപ്പക്കാരനെ കൊടുത്തിട്ടുണ്ടാവും എന്ന് ഇപ്പൊ നമുക്ക് വിചാരിക്കാം. എന്തായാലും ചോദിച്ച എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇനിയും ഒരു കാര്യം കൂടി ഉണ്ട്. അവന്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ഞാൻ വീഡിയോ എന്തായാലും ചെയ്യാം. അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.